ഒരു കോട്ട, ഒരു ധീരസിംഹം. രാത്രിയുടെ നിശബ്ദമായ നിഴലുകളിൽ ചോരയിൽ കുതിർന്ന ഒരു പ്രതിജ്ഞ ഒടുവിൽ നിറവേറ്റപ്പെടാൻ പോകുന്നു. മറാഠ പതാക ഉയരത്തിൽ പറക്കുന്നു. എന്നാൽ ക്രൂരനായ ഉദയ്ഭാനുവിൻ്റെ കീഴിൽ കൊണ്ടാണ് കൊണ്ടാണക്കോട്ട ഇന്നും ഒരു കറുത്ത പാടായി അവശേഷിക്കുന്നു. ഈ ഭേദിക്കാനാവാത്ത കോട്ട സ്വാതന്ത്ര്യത്തെ പരിഹസിക്കുന്നു. സ്വതന്ത്ര സ്വരാജ്യമെന്ന മഹത്തായ സ്വപ്നത്തിന്മേൽ ഒരു കനത്ത നിഴലായി അത് നിലകൊള്ളുന്നു. തൻ്റെ രാജാവിൻ്റെ മാനം കാക്കാനും തങ്ങൾക്ക് അവകാശപ്പെട്ടത് തിരിച്ചു പിടിക്കാനുമായി താനാജി മാലുസരെ മകന്റെ വിവാഹം പോലും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചു. ഒരു ചെറിയ പിഴവ് പോലും മരണമുറപ്പാക്കുന്ന കൂർത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ ഡോങ്കീസ് പാസിലൂടെയുള്ള ഒരു ആത്മഹത്യാപരമായ ദൗത്യത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്നു. ഇരുണ്ട രാത്രിയിലേക്ക് കയറുകൾ പറക്കുന്നു. ഒരു ഉടുമ്പ് പാറയിൽ പിടിമുറിക്കുമ്പോൾ ധീരരായ പോരാളികൾ ആഴമേറിയ ഇരുണ്ട കൊക്കയിൽ നിന്നുയർന്നു വരുന്നു. നിശബ്ദത തകർക്കപ്പെടുന്നു. വാളുകൾ കൂട്ടിമുട്ടുന്നു. പീരങ്കികൾ ഗർജിക്കുന്നു. ഉദയ്ഭാനു രോഷത്തോടെ ആക്രമിക്കുന്നു. താനാജി നിശ്ചയദാർഢ്യത്തോടെ തടകുന്നു. പരിച തകർന്ന ശരീരം തളർന്നിട്ടും ആ സിംഹം മരണത്തെ മുഖാമുഖം കണ്ട് തന്റെ അവസാനത്തെ ഇടിമുഴക്കം പോലുള്ള പ്രഹരം നൽകുന്നു. സ്വരാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച ആ സിംഹത്തിന്റെ ഇതിഹാസം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഇതിഹാസ യുദ്ധത്തിൽ പങ്കുചേരൂ.